ശരി, അപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ മുന്നണി പ്രവേശനമൊക്കെ തള്ളിയെങ്കിലും കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ മുന്നണിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വിമർശനം. UDF പ്രവേശനം നഷ്ടപ്പെടുത്തിയത് തിരിച്ചടിയാകുമെന്നാണ് കോട്ടയം ജില്ലയിലെ നേതാക്കൾ പറയുന്നത്. മുന്നണി മാറ്റ അഭ്യൂഹം പാർട്ടിക്ക് നാണക്കേടായെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുത്ത യോഗത്തിലാണ് മുന്നണി മാറ്റത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ച നടന്നത്. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, കോട്ടയത്തെ നേതാക്കൾ തന്നെയാണ് നിശ്ചയമായും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊക്കെ ഭാഗവാക്കാവുന്നവർ. ആ യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള സാധ്യതകൾ അടച്ചത് ശരിയായില്ല എന്നതടക്കമുള്ള പ്രസ്താവനകൾ നടത്തിയത്. അതിൽ ഈ UDFിലേക്ക് പോകണമെന്ന കാര്യത്തിന് കൂടുതൽ പേരും അനുകൂലിക്കുകയാണോ ചെയ്തതോ എതിർ നിലപാടാണോ ഉണ്ടായത്? എന്താണ് ആ യോഗത്തിൽ സംഭവിച്ചത്? മുന്നണി മാറ്റ അഭ്യൂഹങ്ങളും അത് സംബന്ധിച്ച വാർത്തകളും പൂർണ്ണമായും തള്ളി LDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ദീർഘമായി വാർത്താ സമ്മേളനം നടത്തി ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ വ്യക്തമാക്കിയെങ്കിലും അതിന്റെ അലയൊലികൾ ഇപ്പോഴും പാർട്ടിയിൽ അവസാനിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളും അഭിപ്രായങ്ങളും. പ്രത്യേകിച്ച് UDFിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം UDFിന്റെ സാധ്യതകൾ അടച്ചു കളഞ്ഞതും അത് ഇല്ലാതാക്കിയതും തിരിച്ചടിയാകും. അതോടൊപ്പം തന്നെ ഉചിതമായ അവസരമാണ് കളഞ്ഞു കുളിച്ചതെന്നായിരുന്നു UDFിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായമുള്ള ഒരു വിഭാഗം നേതാക്കൾ ഈ ചർച്ചയിൽ വിമർശനമായി ഉന്നയിച്ചത്. എന്നാൽ മറുവിഭാഗം മറ്റൊരു അഭിപ്രായം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അനുചിതമായി പോയി ഇത്തരത്തിൽ അനാവശ്യ ചർച്ചകളിലേക്ക് കടന്നത് അതൊരു നാണക്കേടായി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു. അതേസമയം LDF തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞാണ് നേതൃത്വം ഈ വിമർശനങ്ങളുടെ മുനയൊടിച്ചത്. കൂടാതെ ഈഴവ നായർ ഐക്യം അത് LDFിന് ഗുണകരമാകുമെന്നും യോഗത്തിൽ നേതൃത്വം അംഗങ്ങളെ അറിയിച്ചു. പ്രതികൂലിച്ചും അനുകൂലിച്ചുമുള്ള ചർച്ചകൾ നടത്തുമെങ്കിലും മറ്റു ചില പൊതുകാര്യങ്ങളിൽ ഇവർ പൊതുവായുള്ള അഭിപ്രായങ്ങളും ഉയർത്തി. പ്രത്യേകിച്ച് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ സർക്കാരിനുണ്ടായത് തിരിച്ചടിയല്ല എന്നതാണ് കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത് കേവലം നടപടിക്രമങ്ങളിലെ ഒരു കാലതാമസത്തെക്കുറിച്ച് മാത്രമാണ് കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പദ്ധതിക്ക് തടസ്സങ്ങളില്ല എന്നുള്ളൊരു വിലയിരുത്തലും കേരള കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ കേരള ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയും ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയാകുകയും ചെയ്തു. ജോസ് കെ മാണി പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിൽ മുന്നണി പ്രവേശന മാറ്റത്തെക്കുറിച്ചുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ ഉണ്ടായതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും UDFിലേക്ക് മടങ്ങിപ്പോകണമായിരുന്നു, ആ അവസരം നഷ്ടപ്പെടുത്തിയത് തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായമുള്ളവർ ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ ഉയർന്നു വന്ന വിമർശനങ്ങൾ. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.